ആദ്യം തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എടുക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു 3 കാര്യങ്ങൾ പറയാം. 1,00,000 കിലോമീറ്റർ വരെ നമുക്ക് വണ്ടിയുടെ സർവീസ് കോസ്റ്റ് പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. അതുപോലെ തന്നെ 44 പൈസ മാത്രമേ നമുക്ക് ഈ വണ്ടിയുടെ 1 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള ചാർജ് കോസ്റ്റ് നമുക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ 1,50,000 കിലോമീറ്റർ മഹീന്ദ്ര വാറണ്ടിയും തരുന്നുണ്ട്. അപ്പോൾ ഇത് 3 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതുപോലെ തന്നെ നമുക്ക് 20 ലക്ഷം രൂപയുടെ ഒരു സ്കീം, ഇൻഷുറൻസ് സ്കീമും ഡ്രൈവറിന് കുടുംബത്തിനും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഷോറൂം പറഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. ഹൈ ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് പറഞ്ഞിരുന്ന ഒരു ഉഡോയുടെ വീഡിയോ ആണ്. അപ്പം ഒരു 1K വ്യൂ അതിന് കിട്ടിയിട്ടുള്ളൂ, ഷോർട്സ് ആയിരുന്നിട്ട് പോലും. അപ്പോൾ നമ്മളിന്ന് ആ വണ്ടി എന്തായാലും കൊണ്ടുവന്നേക്കാണ്. നമുക്ക് ഈ വണ്ടി തന്നിരിക്കുന്നത് ട്രിവാൻഡ്രം ചാക്ക ബൈപ്പാസിലുള്ള KKP മോട്ടോഴ്സ് ആണ്. അത് സെയിൽസ്, സർവീസ് കാര്യങ്ങളെല്ലാം കൊമേഴ്ഷ്യൽ വണ്ടി എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൊമേഴ്ഷ്യൽ അണ്ടർ ജീത്തോ തൊട്ട് സൂപ്രോ ജീത്തോ, പിന്നെ ഇപ്പോൾ സൂപ്രോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വണ്ടി, പ്രൊഡക്ഷൻ ലൈനിലില്ല ഇപ്പോൾ വണ്ടി. ജീത്തോയും അതുപോലെ തന്നെ ആൽഫ, അതുപോലെ തന്നെ ഈ ഉഡോ ഒക്കെയാണ്. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് ട്രിയോ ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് വണ്ടി ഉഡോ. വണ്ടി എന്തായാലും ബോഡി ക്വാളിറ്റി അപ്പാരമാണ്, ഫുള്ളി മെറ്റൽ വന്നിരിക്കുന്നതാണ്. പിന്നെ സസ്പെൻഷനാണ് ഹൈലൈറ്റ്. ഫ്രണ്ട് സസ്പെൻഷൻ ഓക്കെയാണ്. റിയർ നമുക്ക് ജീത്തോയിലൊക്കെ വരുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ്. ട്രിയോയിൽ വന്ന പോലെ ലീഫൊന്നും അല്ല വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. 5 കളറിൽ അവൈലബിൾ ആണ് വണ്ടി. അതുപോലെ എസ്പെഷ്യലി ഒരു വെറൈറ്റി കളർ, ഒരു ഗ്രീൻ വരുന്നുണ്ട്. പിന്നെ മുമ്പ് ട്രിയോയിൽ വന്ന് ഒരു ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ, ഫുൾ ബ്ലൂ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കളർ, ഇതൊരു സ്റ്റാൻഡേർഡ് കളറാണ്. പിന്നെ നമ്മുടെ നോർമലി ടാക്സി വണ്ടിയിൽ വരുന്ന പോലെ, ഡീസൽ വണ്ടിക്ക് വരുന്ന പോലെ ബ്ലാക്ക് വിത്ത് നമ്മുടെ ഗ്ലാസ് ഷീൽഡ് യെല്ലോയിലും വരുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് 11.7 കിലോമീറ്ററിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. അതുപോലെ തന്നെ IDC പറയുന്നത് 256 കിലോമീറ്റർ ആണ്. 200 കിലോമീറ്റർ എന്തായാലും കിട്ടും. 200-220 ഒക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ടെന്നാണ് ഷോറൂമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ. അപ്പോൾ വണ്ടി നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു പൈപ്പ്, അതുപോലെ തന്നെ നല്ലൊരു ഇത്, നമുക്കൊരു കർട്ടൻ പ്ലസ് അണ്ടർ ബോഡി കോട്ടിങ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടാം. സീറ്റ് ഓരോ കാര്യങ്ങളൊന്നും അടിക്കേണ്ട, അടിപൊളി നല്ല കുഷനുള്ള സീറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ്. പൊതുവെ ആട്ടോയിൽ ഇത്ര നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിൽ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഓക്കെ. മുമ്പ് ഇവിടെ ട്രിയോയിലോട്ട് വരുമ്പോൾ അതൊരു ചുരുങ്ങി എന്ന് പറഞ്ഞാൽ ഒരു മെലിഞ്ഞൊരു ഡിസൈനിലാണെങ്കിൽ നമുക്ക് ട്രിയോ വലുതായ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദേശം ഒരു മോൺട്രയുടെയൊക്കെ ഒരു ചെറിയൊരു കട്ടൊക്കെ ഉണ്ട്. പക്ഷേ മോൺട്രയുടെ ആയിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആണ് വണ്ടി. നല്ല ക്വാളിറ്റിയാണ്, ബോഡിയൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. നമ്മുടെ വൈപ്പറൊക്കെ നമ്മുടെ ജീത്തോയിൽ വരുന്ന പോലത്തെ വലിയ വൈപ്പറാണ് വരുന്നത്. നല്ലൊരു വിൻഷീൽഡ് വ്യൂ കിട്ടുന്ന ഒരു നല്ലൊരു വിൻഷീൽഡ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള, നല്ല ദൃഢതയുള്ള ബോഡി. പിന്നെ ഫുള്ളി പഞ്ചിങ് ആണ്. കാറിലൊക്കെ പഞ്ച് ചെയ്തിരിക്കുന്ന പോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് പഞ്ച് ചെയ്തിരിക്കുന്നത്. സീറ്റ്സ് ആയാലും അടിപൊളിയാണ്. ഞാൻ സീറ്റ്സ് ഞാൻ ഇന്ത്യയിലോട്ട് വരുമ്പോൾ കാണിക്കാം. പിന്നെ നമുക്ക് മഹേന്ദ്രയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടും മഹേന്ദ്ര എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ മഹേന്ദ്രയിൽ നമ്മുടെ ബൊലേറോ പിക്കപ്പിലൊക്കെ കണ്ടുവരുന്ന 1-2 കാര്യങ്ങൾ ഇതിൽ കടമെടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് കാണിക്കാം. ഈ മിറർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ, ഇത് രണ്ടും നമ്മുടെ ബൊലേറോയുടെ സാധനമാണ്. ബൊലേറോയുടെ സാധനം നൈസ് ഇതിലോട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മഹേന്ദ്രയുടെ സെൻട്രലായിട്ട് ഒരു ബാഡ്ജിങ് ആണ്. അതിന് തൊട്ട് താഴെ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന നമ്പർ പ്ലേറ്റ് വയ്ക്കാനുള്ള ഭാഗമാണ്. പിന്നെ റിഫ്ലക്ടറൊക്കെ ഫാക്ടറിയിൽ തന്നെ ഒരു വൈറ്റ് റിഫ്ലക്ടർ കൊടുത്ത് വിടുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ഹാലജനാണ്. ഒരു ഫ്യൂച്ചർ അപ്ഡേറ്റിൽ LED വരുന്നുണ്ട് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ഹാലജനാണ് വരുന്നത്. പക്ഷേ ഹൈ ക്വാളിറ്റി സാധനമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് അതിൽ പാർക്ക് ഹെഡ്ലൈറ്റിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. വിൻഷീൽഡ് അത്യാവശ്യം ക്വാളിറ്റിയുള്ള നമ്മുടെ മഹേന്ദ്രയുടെ തന്നെ അണ്ടർ പ്രൊട്ടക്ഷനുള്ള ഗ്ലാസ് ആണ് വരുന്നത്. ലാമിസേഫ് ഒരു ടൈപ്പിലുള്ള. ഓക്കെ. പിന്നെ ഫ്രണ്ട് നമുക്കൊരു മഡ് ഫ്ലാപ്പ് ചെറിയ രീതിയിലൊരു സൂക്ഷിച്ചൊക്കെ അടിയിലോട്ട് കാണാൻ പറ്റും. പിന്നെ ടയർ സൈസ് നമുക്കിപ്പോൾ പറയാം. ഫ്രണ്ട് ഡുവൽ സസ്പെൻഷനാണ്. ഫ്രണ്ട് 2 സ്പ്രിങ് വരുന്നത്. നമുക്ക് നമ്മുടെ ബജാജിൻ്റെ മാക്സിമ, ഇസഡ്, മാക്സിമ, എക്സോയിലൊക്കെ കാണുന്ന പോലത്തെ ഡുവൽ സസ്പെൻഷൻ. ട്രിയോയിൽ 1 സൈസ് നമുക്ക് നോക്കാം. ടയർ സൈസിലേക്ക് വരികയാണെങ്കിൽ 120-80 വരുന്ന റേഡിയലിൽ വരുന്ന 12 ഇഞ്ച് ടയറാണ് വരുന്നത്. 3ഉം സെയിം ടയറാണ്, സെയിം സൈസ് തന്നെയാണ് വരുന്നത്. ഓക്കെ. നമുക്ക് നിലവിൽ പറഞ്ഞ പോലെ തന്നെ പുറക് സൈഡിലോട്ടൊന്ന് പോകാം. പുറകിലും വരുന്ന നോർമൽ ലൈറ്റ്സ് തന്നെയാണ്. പക്ഷേ ഒരു വെറൈറ്റി ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബൾക്കി ആയിട്ടുള്ള വണ്ടി മൊത്തത്തിലൊരു ബൾക്കി ഡിസൈനിലാണ് വരുന്നത്. നമുക്ക് ഈ ഡോറ് സെപ്പറേറ്റ്ലി തുറക്കാൻ കഴിയും. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാണാം. നമ്മൾ പറ്റുവാണെങ്കിൽ തുറന്ന് കാണിക്കാം. ഓക്കെ. പിന്നെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ST എന്നുള്ള ഒരു വേരിയന്റിന്റെ ഒരു ST എന്നുള്ള വേരിയന്റാണ് ഇലക്ട്രിക് എന്നുള്ള ഒരു ബാഡ്ജിങ്. അതുപോലെ തന്നെ ഉഡോ എന്നുള്ള ഒരു ബാഡ്ജിങ്. പറക്കും വണ്ടി, അത് പറക്കുന്നുള്ളൊരു ഫീലിനാണ്. നമുക്ക് മുകളിലോട്ടൊരു സിമ്പല് കുതിക്കും.
നല്ലൊരു സീലിൽ. അതുപോലെ തന്നെ നമ്മുടെ ബമ്പറിൽ 2 ഇത് വരുന്നുണ്ട്, ഏതാണ് റിഫ്ലക്ടർ 2 സൈഡിലും വരുന്നുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ലാമ്പ്, അതും ഹാലോജൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, നമ്മുടെ 3 വീലറിന് നല്ല അടിപൊളി സീവി ഷാഫ്റ്റ് ആക്സിൽ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കാറുകളെ പോലെ തന്നെ സെപ്പറേറ്റ് സസ്പെൻഷൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കോയിൽ സ്പ്രിങ്ങും കൊടുത്തിട്ടുണ്ട്. ലീഫ് ഒന്നുമില്ല, നല്ല സസ്പെൻഷനാണ്, നല്ല ആക്ഷനാണ്. ഞാൻ വണ്ടി ഒന്ന് ഷേക്ക് ചെയ്ത് കാണിക്കാം. വണ്ടി ഷേക്ക് ചെയ്യുകയാണെങ്കിൽ വണ്ടിയുടെ ഷേക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഒരു ആക്ഷൻ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് പോലും ഇത്ര ഒരു ആക്ഷൻ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇടാതെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ കാണും. ഓക്കെ, പിന്നെ നമുക്ക് ഇൻറ്റീരിയറിലോട്ട് പോകാം. വണ്ടിയുടെ 2 ഡോറ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഒരെണ്ണം പെർമനൻ്റ്ലി ക്ലോസ്ഡ് രീതിയിൽ ഒരു ക്ലാമ്പ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടി തുറന്ന് കയറുകയാണെങ്കിൽ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. 2 സൈഡിലും കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഹോൾഡർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം വരുന്നുണ്ട്. 2 സൈഡിലും കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ചവിട്ടിയിലൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ ഈ കാറിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതുവരെ ഞാൻ ഒരു ഓട്ടോയിൽ നിങ്ങൾ കണ്ടിട്ടില്ല, നമ്മുടെ ഈ എഡ്ജിലെ ഈ നമ്മുടെ പോയിന്റ് ചെയ്ത് സ്പോട്ട് ചെയ്ത് വെൽഡ് ചെയ്തിരിക്കുന്ന ഫാക്ടറി പഞ്ചിങ്ങിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് പേസ്റ്റിങ് വരുന്നുണ്ട്, ഫുൾ പേസ്റ്റിങ് വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിലാണ് വെൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്നത് തന്നെയാണ്. ഇത്രയും വിലയുള്ളൊരു പൈപ്പൊന്നും വേറൊരു വണ്ടിയിലും ഞാൻ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വണ്ടിയിൽ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് വിൻ നമ്പർ കാണാം, ഈസി ആയിട്ട് നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ടിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു കട്ട് ഓഫ്, ബാറ്ററിയുടെ ചാർജ് ലോങ് കുറേ കാലമൊക്കെ ഒരു 10-15 ദിവസം വണ്ടി എടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്വിച്ച് ആ ഒരു ഹോൾഡറിനകത്തുണ്ട്, നമുക്കത് റിമൂവ് ചെയ്തിട്ട് പോവാം. പിന്നെ നമുക്ക് വൈപ്പർ കൺട്രോൾ വരുന്നത് നമുക്ക് ഈ ഒരു സ്വിച്ചിലാണ്. ഹസാർഡ് വരുന്ന റെഡ് സ്വിച്ചാണ്. തൊട്ടിപ്പുറത്ത് വരുന്ന റൗണ്ട് ഷേപ്പിലുള്ള ഒരു നോബാണ് നമുക്ക് ഹെഡ്ലൈറ്റ് കൺട്രോൾ വരുന്നത്. പിന്നെ അത്യാവശ്യം സ്പേസ് കിട്ടുന്ന ഒരു എന്താണ് ഇത് ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഓക്കെ, പിന്നെ കൺട്രോൾ വരുന്നത് ഹാൻഡിലാണ് പൂർണ്ണമായിട്ടും. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നോർമലി വരുന്ന ഇൻഡിക്കേറ്റർ, ഡിമ്മർ ബ്രൈറ്റ്, ഹോണും ആണ്. റൈറ്റ് സൈഡിലാണ് ഡ്രൈവിൻ്റെ വരുന്നത്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ നമ്മൾ ഒരു ബട്ടണും ഉണ്ട്, അതിൻ്റെ ഇത് നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത് ഈ സൈഡിലാണ് വരുന്നത്. ഈ ഒരു പോർഷൻ ഊരിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. പിന്നെ നോർമലി വരുന്നതിനേക്കാളും ഒരുപടി മുന്നിൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു റെക്സിനാണ് നമുക്ക് തരുന്നത്. ഇത് വലിച്ചടിച്ചു പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാലം വണ്ടി ഓടിക്കാൻ കഴിയും. പിന്നെ സൈഡിലും ഗ്രാഫിക്സ് എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. പൂർണ്ണമായിട്ട് ഏകദേശം ജീവിതത്തോടെ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. റിയറിൽ ഫ്രണ്ട് ഓക്കെയാണ്, നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനില്ല, അത്യാവശ്യം പവറും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ പണ്ടൊക്കെ കണ്ടുപോകുന്ന നോർമലി 3 വീലേഴ്സിലൊക്കെ വരുന്ന പോലെ തന്നെ എന്താണ് ഒരു ബ്രേക്കിംഗ് സിസ്റ്റം, ഒരു MC സിസ്റ്റമാണ്, ബൂസ്റ്ററല്ല മാസ് സിലിണ്ടർ സിസ്റ്റമാണ്, MC സിസ്റ്റമാണ് ഇതിനും വരുന്നത്. സീറ്റ്സൊക്കെ അടിപൊളിയാണ്, സീറ്റ്സൊക്കെ നല്ല ഒരു കുഷനിങ് കാര്യങ്ങളൊക്കെ ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. റിയറിലായാലും അടിപൊളിയാണ് ഇരിക്കാനായിട്ട്. ഒരു കാറിലിരുന്ന യാത്രാ സുഖമൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ കീ വരുന്നത് നമുക്ക് ഇവിടെയാണ്, ഹാൻഡിലെങ്കിൽ താഴെയാണ്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അത് പിടിച്ച് തിരിക്കുമ്പോൾ നമുക്ക് ഇത്രയും വാർണിങ്സും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. കത്തുന്നത് ചാർജിങ്ങിൻ്റെ, ബാറ്ററിയുടെ, പിന്നെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 24 കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുണ്ട്. 76% ചാർജിൽ 153 കിലോമീറ്റർ ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ് ഒക്കെ വരുന്നുണ്ട്. ബ്രേക്കിംഗ് ടൈമിലും ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ റിവേഴ്സ് ചാർജിങ് വരുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതുകൂടെ ഒന്ന് തുറന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഗ്ലോ ബോക്സ് നമുക്ക് ലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ 2 സൈഡിലും ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് സ്പീക്കറിനും കൊടുത്തിട്ടില്ലെങ്കിലും സ്പീക്കറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്റ്റീരിയോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ സ്പീക്കർ 4 ഇഞ്ചിന് 2 കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് അഡീഷണൽ ആയിട്ടും കൊടുക്കാം. പിന്നെ മുകളിലൊരു റൂഫ് ലാമ്പ് വരുന്നുണ്ട്, അതും ഹോലോജൻ തന്നെയാണ്. ഓക്കെ, ഇതാണ് റൂഫ് ലാമ്പ്. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. അപ്പം ബുക്കിങ്ങിനായിട്ട് നമുക്ക് KKB മോട്ടോഴ്സിനെ ബന്ധപ്പെടാം. നമ്പർ എന്തായാലും വീഡിയോയുടെ ഇടയിൽ നമുക്കൊരു 2 മിനിറ്റ് ഇടവിട്ട് കാണിക്കാം. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളവർക്ക് ഫുള്ളി നമുക്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും എന്തായാലും സീറ്റ് അടിക്കാനോ സെപ്പറേറ്റ്, അതുപോലെ തന്നെ എന്താണ് റെക്സിനൊന്നും വലിച്ചടിക്കാനോ അപ്പോസ്റ്റർ കടയിൽ പോകേണ്ടി വരും. പിന്നെ നമുക്കിവിടെ ഒരു വിശ്വാസത്തിന് വേണ്ടി B സൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അടിക്കണം. നമ്മുടെ അണ്ടർ ബോഡി പെയിന്റ് കവറിങ് വരുന്നില്ല, ഒരു 3 mm ഒരു കോട്ടിങ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മീറ്ററിൻ്റെ പരിപാടി ഉണ്ടല്ലോ, ടാക്സി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ മീറ്ററിൻ്റെ ഒരു പരിപാടി. ഇത്ര കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഓടാം. അധികം പൈസ ചിലവില്ല. വണ്ടി 3 ലക്ഷത്തിന് അകത്ത്, 3-നും 3.5-നും 4-നും അകത്താണ് വണ്ടിയുടെ വില. ഓൺ റോഡ് വരുമ്പോൾ നമുക്ക് 4 ലക്ഷത്തിന് അടുപ്പിച്ച് വണ്ടിയുടെ വില വരും. കൃത്യമായിട്ടുള്ള വില നിങ്ങൾക്ക് നമുക്ക് അറിയാൻ കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. ഡെമോ വണ്ടിയും KKBയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അടിപൊളി വണ്ടിയാണ്. നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കും. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.